എന്നാടാ നീ മോഹം വെറുപ്പിച്ചിരിക്കുന്നു? കാര്യം പറഞ്ഞ ചോടാ. ഞാൻ പറഞ്ഞ കാശിൻ്റെ കാര്യം എന്തായി? എടാ പോയി, നീ ഇങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊരു ഒരാഴ്ച സമയം എന്താ, ഞാൻ എവിടെന്നേലും ഒപ്പിച്ചേർ. എൻ്റെ ചേട്ടായി കാശില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, എടുത്തു വെച്ചിട്ട് ചുമ്മാ. അതിനെടാ നീ മറ്റേടത്തൊരു വർത്തമാനം പറയുന്നേ? കാശ് എവിടെ ഇരുന്ന് വെച്ചാൽ നിനക്ക് തരാതിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ആ ഉണ്ട്. ആടാ, ഞാൻ തരാത്ത തന്നെ. അലമാരയ്ക്കകത്തുണ്ട്, നീ എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്തിട്ട് പോക്കോ. അല്ല ഇപ്പം ഞാൻ എന്നാ പറയണ്ടേ? എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായാൽ മതിയായിരുന്നു. ചേട്ടനൊക്കെ എനിക്ക് എന്നാ ചെയ്തിട്ടുള്ളത്? ശരിയാടാ, അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇതിൽ കൂടുതൽ കിട്ടിയാനെ. ചേട്ടായിയും കിട്ടിയാനാടാ. അവര് പോയ ശേഷം നിന്നെ പഠിപ്പിക്കാൻ ഞാൻ എടുക്കാത്ത പണികളില്ല. ചേട്ടയുടെ ദൂരം വേണ്ടാന്ന് വെച്ചിട്ടാടാ നിന്നെ പഠിപ്പിക്കാൻ പറ്റേ. ഇതെന്നെ കേൾക്കണം. പണ്ട് അപ്പൻ ഇതേപോലെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, കാശ് വേണം. നീ ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദിച്ചു, കാശ് എടുത്ത് വെച്ചിട്ട് തരാത്തല്ലേ. പക്ഷെ ശരിക്കും ഇല്ലാഞ്ഞിട്ടായിരുന്നടാ. അതിൻ്റെ അടുത്ത ദിവസം അപ്പൻ നേരം തൂങ്ങിയത്. വൈകാതെ അമ്മച്ചി അന്ന് തുടങ്ങിയതാ ചേട്ടയുടെ കഷ്ടകാലം. ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു ചേട്ടയുടെ കഷ്ടകാലത്തിൻ്റെ ഭാഗമായിരിക്കും.